ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഷാസ്. ഫ്രീ ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടിയാൽ എങ്ങനെയിരിക്കും? അതും വെറും 10 മിനിറ്റ് കൊണ്ട്. അഥവാ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ വളരെ കുറവാണെങ്കിൽ പോലും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് കിട്ടുന്നതാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഫ്ലിപ്കാർട്ടുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉള്ള സൂപ്പർ മണി എന്ന് പറയുന്ന ഈ ഒരു പേയ്മെന്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്പിൽ പുതിയൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ അത് എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയോട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണമെന്ന് ആവശ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്തെടുക്കുക. ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ അവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, പിന്നെ അതിനുശേഷം നിങ്ങൾക്കൊരു KYC ഉണ്ടാവും. ഈ KYC അത് നിങ്ങൾക്ക് 1-to-1 ആയിട്ടുള്ള അതിന്റെ ഏജന്റും ആയിട്ടുള്ള ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആയിരിക്കും. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് വിത്തിൻ 10 മിനിറ്റ്സ് കൊണ്ട് ആക്ടിവേറ്റ് ആയി കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബാങ്ക് അല്ല ഇതിലുള്ളത്. ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ട് ഒരുപാട് ബാങ്കുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ബാങ്കുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ്. ഇത് ഏതാണ് ബാങ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്രൊസീജിയറിന്റെ ഇടയ്ക്കായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് ആക്ടിവേറ്റ് ആയി കിട്ടും. ഇനി അടുത്തായിട്ട് നമുക്ക് എത്രത്തോളം ക്രെഡിറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ക്രെഡിറ്റ് നിങ്ങൾക്ക് വല്ലാതെ ഒന്നും കിട്ടത്തില്ല. നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എപ്പോഴും ഇതിലോട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നിങ്ങളൊരു 5,000 അല്ലെങ്കിൽ ഒരു 100 റുപ്പീസ് നിങ്ങൾ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇടുകയാണെങ്കിൽ തന്നെ അതിന്റെ 90%, അതായത് നിങ്ങൾക്ക് 90 രൂപ ക്രെഡിറ്റ് ലിമിറ്റ് ആയിട്ട് വരും. അങ്ങനെ നിങ്ങൾ 10,000-ഓ 20,000-ഓ ഒക്കെ ഇടുകയാണെങ്കിൽ അതിന്റെ 90% എത്രയാണോ അത്രയും നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ആയിട്ട് കിട്ടും. അതുമാത്രമല്ല നിങ്ങൾക്ക് മന്ത്ലി ആയിരിക്കും റീപേയ്മെന്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് തന്നെയായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ ഈ ഒരു ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇവരുടെ കസ്റ്റമർ കെയറും കാര്യങ്ങളൊക്കെ വളരെ അബദ്ധം എന്ന് പറയാൻ പറ്റൂല, പക്ഷേ വളരെ നല്ല രീതിക്കൊന്നും അല്ല ഇവരുടെ കസ്റ്റമർ കെയറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തുടക്കത്തിലുണ്ട്. ഇനി അങ്ങോട്ടേക്ക് മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾറെഡി എനിക്കിത് ആക്ടിവേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഫിനാൻഷ്യലി കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇത് അപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമ്മൾക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.